ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളക്കടല മസാലയാണ് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിലും ഇതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ രാത്രിയാണ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിരിക്കുന്നത്, എന്നിട്ട് രാവിലെയാണ് വെക്കുന്നത്. നിങ്ങൾ പകലൊക്കെയാണ് വെള്ളത്തിലിടണമെന്ന് വെച്ചാൽ ഒരു 5 മണിക്കൂറെങ്കിലും അത് കുതിരാനായിട്ട് വെക്കണം. അതിനുശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 3 അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 5 വിസിലടിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. 5 വിസിലടിച്ച് ഫ്ലെയിം ഓഫാക്കിയിട്ട് എയറെല്ലാം തന്നെ പോയി കഴിയുമ്പോഴേക്കും കടല നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ കടല വേവുന്ന നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് കുറച്ച് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരെല്ലാം തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നീളനരിഞ്ഞതും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊരു പകുതിയോളം വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ മുളകെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി മൂപ്പിച്ചെടുക്കണം, എന്നാലാണ് ഈ കടലക്കറിക്ക് നല്ല കളർ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി തന്നെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തക്കാളി ഒന്ന് വേവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം തന്നെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഒരു നുള്ള് മാത്രം മതിയാവും. ഇതൊന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം എല്ലാം തന്നെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഈ കടലയിൽ മസാല എല്ലാം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവിയുള്ള ടൈപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത്രയിൽ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഞാൻ നല്ല റോസ്റ്റ് പോലെയാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇതാ അടിപൊളി വെള്ളക്കടല മസാല റെഡി ആയിട്ടുണ്ട്. അവസാനമായി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു മസാലക്കടലയാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.